ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് MDMA-യുമായി രണ്ടുപേർ പിടിയിലായി. 33 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് എക്സൈസ് കണ്ടെത്തിയത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഇവരെ പിടിച്ചത്. ഞങ്ങൾ രാവിലെ തൊട്ട് പരിശോധന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് പെട്രോളും ചെയ്ത് വരുമ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഇതിൻ്റെ സമീപത്ത് ബുള്ളറ്റിൽ MDMA കച്ചവടം നടക്കുന്നുണ്ടോ എന്നുള്ളത്. ആ രീതിയിലാണ് നമ്മളിവിടെ വന്ന് നോക്കിയത്. അപ്പം ബുള്ളറ്റിനകത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവൻ നേരത്തെ നമ്മളെ കേസിലെ പ്രതിയാണ്. അതൊരു 3 മാസം അകത്ത് കടന്ന ഒരു പ്രതിയാണ്. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി. അനന്തൻ, ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ചില സൂചനകൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ടല്ലോ. ഓപ്പറേഷൻ തണ്ടറും സജീവമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 6000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അക്കാര്യം അല്പം ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചതാണ്. ഓപ്പറേഷൻ തണ്ടർ എത്രത്തോളം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട്? രതീഷ്, കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ അത് സജീവമായി തന്നെ പോകുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേഷൻ തണ്ടറും അതിന് സമാന്തരമായി തന്നെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അല്പസമയം മുമ്പ് തമ്പാനൂരിൽ നിന്ന് രണ്ടുപേരെ MDMA-യുമായിട്ട് പിടികൂടിയത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്, അതായത് ബസ് സ്റ്റാൻഡിന് തൊട്ട് സമീപത്ത് നിന്നാണ് രണ്ടുപേരെ 33 ഗ്രാം MDMA-യുമായി പിടികൂടിയത്. ഇതിൽ ഒരു പ്രതി, അയാൾ ബംഗളൂരുവിൽ നിന്ന് ട്രെയിനിലാണ് ഈ MDMA-യുമായിട്ട് വന്നത്. ഇയാൾ ഇങ്ങനെ വരും എന്നുള്ളൊരു രഹസ്യ വിവരം എക്സൈസ് സംഘത്തിനുണ്ടായിരുന്നു. അങ്ങനെ എക്സൈസ് സംഘം ഇയാളെ കാത്തു നിന്നു. ഇയാളുടെ പക്കൽ നിന്ന് MDMA വാങ്ങാൻ വേണ്ടി, ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മറ്റൊരു യുവാവും അവിടെ കാത്തു നിന്നിരുന്നു. അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു നിരീക്ഷണം. അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പ്രതി MDMA-യുമായി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തേക്ക് വന്നത്. അപ്പോൾ തന്നെ എക്സൈസ് പിടികൂടി. എക്സൈസ് പറയുന്നത് ഇതിൽ ഈ ബംഗളൂരുവിൽ നിന്ന് MDMA-യുമായി വന്ന പ്രതി നേരത്തെ എക്സൈസിൻ്റെ കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ ആളാണ്. ജൂൺ മാസത്തിലാണ് അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ തന്നെ വീണ്ടും ലഹരിക്കടത്തുമായി സജീവമാവുകയായിരുന്നു. മാത്രമല്ല ഇയാൾ ഇങ്ങനെ ലഹരിയുമായി വരുന്നു എന്നുള്ള രഹസ്യവിവരം കിട്ടി എക്സൈസ് കാത്തു നിന്നപ്പോൾ അവരുടെ മുന്നിലേക്ക് വന്ന വ്യക്തി തികച്ചും അപരിചിതനായിരുന്നു. കാരണം ഇയാൾ ഈ ബംഗളൂരുവിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഈ താടിയൊക്കെ, നേരത്തെ താടി മീശയൊക്കെ ഉള്ള ആളായിരുന്നു, അതൊക്കെ ഷേവ് ചെയ്ത് മുടിയൊക്കെ പ്രത്യേക തരത്തിൽ വെട്ടി അങ്ങനെ രൂപം മാറിയാണ് ഇയാൾ എക്സൈസിന് മുൻപിൽ വരുന്നത്. ഒരുപക്ഷെ പഴയ ഫോട്ടോ നോക്കി ഇയാളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരു ബുള്ളറ്റിൽ ഒരാൾ വരും എന്ന് എക്സൈസിന് അറിവുണ്ടായിരുന്നു. അങ്ങനെയാണ് എക്സൈസ് ആ ബുള്ളറ്റ് നോക്കിയാണ് ഇവരെ പിടികൂടി ഐഡൻറ്റിഫൈ ചെയ്തത്. ഏതായാലും ഇപ്പോൾ പ്രതികളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 33 ഗ്രാം MDMA-യും പിടികൂടിയിട്ടുണ്ട്. ഇവരെ മറ്റ് നിയമ നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള നിയമ നടപടികളിലേക്ക് പോകും. അത് കഴിഞ്ഞ് റിമാൻഡ് ചെയ്യും. രതീഷ്.